നമസ്കാരം. രാജ്യത്തുടനീളം പാചകവാതക LPGയുടെ ക്ഷാമം വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ഈ പ്രതിസന്ധി സാധാരണ കുടുംബത്തേക്കാൾ കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ഹോട്ടൽ മേഖലയാണ്. പല നഗരങ്ങളിലും ഹോട്ടലുകൾ അടച്ചുപൂട്ടേണ്ട സാഹചര്യം വരെ രൂപപ്പെട്ടിട്ടുണ്ട്. ചില ഹോട്ടലുകളിൽ വിഭവങ്ങൾ കുറച്ച് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റു ചിലർ പൂർണ്ണമായും പ്രവർത്തനം നിർത്തിയിരിക്കുകയാണ്. ഈ പ്രതിസന്ധിയെ മറികടക്കാൻ കേന്ദ്ര സർക്കാർ ചില ബദൽ മാർഗങ്ങൾ അനുവദിച്ചിട്ടുണ്ടെങ്കിലും അവ പ്രായോഗികമായി എത്രത്തോളം സഹായകരമാകുമെന്നത് വലിയ ചോദ്യമാണ്. എന്തുകൊണ്ടാണ് ഈ പാചകവാതക പ്രതിസന്ധി ഉണ്ടായത്? ഹോട്ടൽ മേഖലയെ അതെങ്ങനെ ബാധിക്കുന്നു? കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച ബദൽ മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നിവയാണ് വിശദമായിട്ട് നോക്കാൻ പോകുന്നത്. പാചകവാതക ക്ഷാമം ഏറ്റവും ശക്തമായി ബാധിച്ചത് ഹോട്ടൽ മേഖലയാണ്. പ്രധാന നഗരങ്ങളിൽ തന്നെ നിരവധി ഹോട്ടലുകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അടച്ചുപൂട്ടാൻ നിർബന്ധിതരായി. പല ഹോട്ടലുകളും ഇപ്പോൾ അവരുടെ മെനു ചുരുക്കി പ്രവർത്തിക്കാൻ ശ്രമിക്കുകയാണ്. മുമ്പ് ലഭ്യമായിരുന്ന പല വിഭവങ്ങളും ഇപ്പോൾ തയ്യാറാക്കാൻ കഴിയാത്ത സാഹചര്യത്തിലുമാണുള്ളത്. ഒരു ഹോട്ടലുടമ പറയുന്നത് ഇങ്ങനെയാണ്: 2 സിലിണ്ടർ മാത്രമാണ് ബാക്കി, അതുകൊണ്ട് ചായയും കുറച്ച് ഭക്ഷണവും മാത്രം തയ്യാറാക്കാനായിട്ട് കഴിയുന്നത്. ഇതിങ്ങനെ നീണ്ടുപോയാൽ ഹോട്ടൽ നടത്താൻ കഴിയില്ല എന്നതാണ്. 40 വർഷത്തിലേറെ ഹോട്ടൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചിലർ പോലും ഇതുപോലൊരു പ്രതിസന്ധി മുമ്പ് കണ്ടിട്ടില്ലെന്നും പറയുന്നു. കേരളത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ വാണിജ്യ LPG സിലിണ്ടറുകളുടെ ക്ഷാമം രൂക്ഷമായിരിക്കുകയാണ്. നഗരപ്രദേശത്തിലെ ഹോട്ടലുകൾക്ക് വിറകടുപ്പിലേക്ക് മാറുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം നഗരങ്ങളിൽ പുകമലിനീകരണ പ്രശ്നങ്ങൾ, പരിസ്ഥിതി നിയന്ത്രണങ്ങൾ, സമീപത്തുള്ള കെട്ടിടങ്ങളിൽ നിന്നുള്ള പരാതികൾ, സ്ഥലപരിമിതി എന്നിവയാണ്. അതുകൊണ്ട് തന്നെ നിരവധി ഹോട്ടലുകൾ പ്രവർത്തനം നിർത്തേണ്ട അവസ്ഥയിലാണ്. തിരുവനന്തപുരം പോലുള്ള നഗരങ്ങളിൽ ജോലി സംബന്ധമായി താമസിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. പേയിങ് ഗസ്റ്റ് താമസ സ്ഥലങ്ങളിലും ഹോസ്റ്റലുകളും താമസിക്കുന്നവർക്ക് ഹോട്ടലുകളാണ് പ്രധാന ഭക്ഷണ ഉറവിടം. ഹോട്ടലുകൾ അടച്ചുപൂട്ടുമ്പോൾ ഇത് നേരിട്ട് ജനജീവിതത്തെ തന്നെ ബാധിക്കുന്നു. ഇതിനിടെ കേന്ദ്ര സർക്കാർ പറയുന്നത് ഗാർഹിക സിലിണ്ടറുകൾക്ക് വലിയ ക്ഷാമമില്ല എന്നാണ്. കേന്ദ്രത്തിന്റെ വിശദീകരണം ഇങ്ങനെയാണ്: ആഭ്യന്തര ഉൽപാദനം ഏകദേശം 28% വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ വിതരണം നിയന്ത്രിക്കാൻ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നാണ്. ഇതിലെ പുതിയ തീരുമാനപ്രകാരം ഗ്രാമപ്രദേശങ്ങളിൽ സിലിണ്ടർ ബുക്കിംഗ് ഇടവേള 45 ദിവസവും നഗരപ്രദേശങ്ങൾ 25 ദിവസവും മുമ്പ് എല്ലായിടത്തും 25 ദിവസമായിരുന്നു. ഗ്രാമപ്രദേശങ്ങളിൽ ആളുകൾക്ക് വിറകുപയോഗം പോലുള്ള മറ്റു മാർഗങ്ങൾ ഉണ്ടെന്നതിനാലാണ് ഈ മാറ്റമെന്ന് സർക്കാർ പറയുന്നു. ഈ വിഷയത്തിൽ പാർലമെന്റിലും വലിയ ചർച്ചയാണ് നടക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികൾ സർക്കാർ നടപടികളെ കടുത്ത രീതിയിൽ വിമർശിക്കുന്നു. പാചകവാതക ക്ഷാമം സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നതായും അവർ ആരോപിക്കുന്നു. ലോക്സഭയിലും രാജ്യസഭയിലും ഈ വിഷയം പലതവണ ഉയർത്തിയിട്ടുണ്ട്. ചർച്ചകൾക്കിടയിൽ വലിയ ബഹളങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകളുണ്ട്. ഈ പ്രതിസന്ധി നേരിടാൻ കേന്ദ്ര സർക്കാർ ഹോട്ടലുകൾക്ക് ചില ബദൽ മാർഗങ്ങൾ ഉപയോഗിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. ഇതിൽ കൽക്കരി, മണ്ണെണ്ണ, വിറക്, മറ്റ് പരമ്പരാഗത ഇന്ധനങ്ങൾ എന്നിവ ഉപയോഗിക്കുക. എന്നാൽ ഇതിന് നിരവധി പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. പുതിയ തലമുറയിലെ പാചകക്കാർ ഗ്യാസ് അടുപ്പുകളിൽ പ്രവർത്തിക്കാൻ പരിശീലിച്ചവരാണ്. വിറകടുപ്പിലേക്ക് മാറുമ്പോൾ ഭക്ഷണത്തിന്റെ രുചിയും ഗുണമേന്മയും ബാധിക്കാമെന്നും ഹോട്ടൽ ഉടമകൾ പറയുന്നത്. ഇപ്പോൾ പല ഹോട്ടലുകളും വിറകടുപ്പുകൾ പോലുള്ള ബദൽ മാർഗങ്ങൾ തേടുകയാണ്. വിപണിയിൽ ഇതിനായി പ്രത്യേകം നിർമ്മിക്കുന്ന വലിയ അടുപ്പുകൾ ലഭ്യമാണ്. ഇതിലെ വില ഏകദേശം 42,000 രൂപ മുതൽ 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരെ. എന്നാൽ പ്രശ്നം മറ്റൊന്നാണ്. ഇത്തരത്തിലുള്ള അടുപ്പുകൾക്ക് ഇപ്പോൾ വലിയ ആവശ്യമുള്ളതിനാൽ 2 മാസം വരെ വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ടാകുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. അതായത് ഉടൻ തന്നെ ബദൽ മാർഗത്തിലേക്ക് മാറാനും ഹോട്ടലുകൾക്ക് കഴിയുന്നില്ല. മൊത്തത്തിൽ പറഞ്ഞാൽ പാചകവാതക ക്ഷാമം ഇപ്പോൾ ഹോട്ടൽ മേഖലയെ ഗുരുതരമായി ബാധിച്ചിരിക്കുകയാണ്. ചില ഹോട്ടലുകൾ മെനു ചുരുക്കി പിടിച്ച് നിൽക്കാൻ ശ്രമിക്കുമ്പോൾ ചിലർ പൂർണ്ണമായി അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലാണ്. ബദൽ ഇന്ധന മാർഗങ്ങൾ ഉണ്ടായാലും അവ പ്രായോഗികമായി നടപ്പിലാക്കാൻ സമയവും ചെലവും ആവശ്യമാണ്. ഈ പ്രതിസന്ധി എത്ര വേഗം പരിഹരിക്കപ്പെടുമെന്നത് ഇപ്പോൾ വ്യക്തമല്ല. പക്ഷേ ഒരുപാട് ആളുകളുടെ ഉപജീവനത്തെയും സാധാരണ ജനങ്ങളുടെ ദിനചര്യയെയും ഇത് നേരിട്ട് ബാധിക്കുന്നു എന്നതാണ് ഉറപ്പായ കാര്യം. പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. കൂടാതെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും തരാം. നെക്സ്റ്റ് ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.